ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? അൽഹംദുലില്ലാഹ്, എനിക്കും സുഖമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. മാഷാ അല്ലാഹ്, ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ എന്ത് പറയുന്നു, ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും അറബി വീട്ടിലാണോ ജോലി, എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് കേട്ടോ. അതായത് നമ്മളെ ശരീരം വിൽക്കാതെ, അതല്ലെങ്കിൽ നമ്മൾ ഒരാളത് കക്കാതെ എന്ത് ജോബാണോ ചെയ്യണത് അതിനൊരു അന്തസ്സുണ്ട് കേട്ടോ. ഒരാളെ മുതൽ തട്ടിപ്പറിച്ചിട്ടും ഒരാളെ മുതൽ കട്ടെടുത്തിട്ടും ഒരാളെ വഞ്ചിച്ചിട്ടും നമ്മളെന്തെങ്കിലും ചെയ്യണേലും നല്ലതല്ലേ. ക്ലീനിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എന്ത് ജോബ് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഒരു അന്തസ്സുണ്ട് കേട്ടോ. പിന്നെ എന്തു പറയണു, ക്ലീനിങ് ചെയ്യാതെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനൊന്നും എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ മക്കൾക്ക് ഞാൻ അടിച്ച് വാരിയിട്ടും തുടച്ചിട്ടും ഫുഡ് ഉണ്ടാക്കിയിട്ടും അതെല്ലാം ചെയ്തിട്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ജോബിന് പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇവിടെ വന്നതും എനിക്കിവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ജോലിയാണോ അതല്ലെങ്കിൽ എനിക്ക് വേറുള്ളതാണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് കാണുന്ന നിങ്ങൾക്ക് എത്രത്തോളം അങ്ങനെ തോന്നി എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഞാനിന്നത് പറയാനൊന്നുമല്ല വന്നിട്ടുള്ളത് കേട്ടോ. പ്രവാസികളോടായ ഇവിടെയുള്ള കുറച്ച് ആളുകളെടുത്ത് അതല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും ഉണ്ട്. നിങ്ങളിത് എങ്ങനെ അംഗീകരിക്കും അതല്ലെങ്കിൽ എങ്ങനെ ഇത് കേൾക്കും, എങ്ങനെ ഇത് നിങ്ങൾ ആൻസർ തരും എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ. അപ്പോൾ കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണെങ്കിലും പക്ഷെ അതാരും എല്ലാവരും നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു സംഭവമാണ്. എൻ്റെ പല വീഡിയോസും കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ അതിൽ എന്തൊക്കെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്, ഞാൻ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്തേക്ക് വല്ലാണ്ട് ഇതുവരെ ആരും വന്നിട്ടുമില്ല. ഇതുവരെ വന്നവരെ കൊണ്ടൊക്കെ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിക്കണ്. അതുകൊണ്ട് തന്നെ എന്നെ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കി അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തിനേലും വന്ന ആളുകൾക്ക് അവരെ മനസ്സിലാക്കാൻ എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെന്തുവാ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ പ്രവാസികളോടല്ല എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഒരു നമ്പർ ഞാനിതിലിട്ടതിന് ശേഷം ഒരുപാട് പ്രവാസികളായ ആളുകൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതല്ലെങ്കിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുള്ള ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇരുന്നിരുന്നു കേട്ടോ. സജി കണക്ക് മാത്രമൊന്നുമല്ല, ഞങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനത്തെ ജീവിതത്തിലൂടെ കടന്ന് പോയ ആളുകളാണ്, ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതൊക്കെ തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല നല്ലൊരു ജീവിതം കിട്ടിയ എന്താണ് ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് മറ്റുള്ളവരെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാശിപ്പുറത്ത്, അതായത് അവൾ പോയതിന് പോട്ടെ, എന്താണ് ഇനി അതിലും വലുത് എനിക്ക് കിട്ടും അല്ലെങ്കിൽ അതിലും വലുത് ഞാൻ സ്വീകരിക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരു പ്രവാസീനെ അതല്ലെങ്കിൽ ഒരാളെ എങ്ങനെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരിക എനിക്കറിയുന്നില്ല കേട്ടോ. ഒരാളെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്നോട് ഒരാൾ ഒരു കല്യാണക്കാരൻ വന്നിട്ട് പറയുകയാണ് അതല്ലെങ്കിൽ വേറെ എനിക്ക് പറ്റുമെങ്കിൽ മാത്രം ഞാൻ അതിന് നിന്ന് കൊടുത്താൽ മതിയല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനത് ഓപ്പണായിട്ട് തുറന്ന് പറയണം. അയാളെ വഞ്ചിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. അങ്ങനെ ഇപ്പോൾ വഞ്ചിച്ചിട്ടോ അതല്ലെങ്കിൽ എന്താണ് ഇഷ്ടംപോലെ ആളുകളെ നമ്മളെ സഹായിക്കാനുണ്ട്. ഇപ്പം എന്നെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അറിയണേ എൻ്റെ കുടുംബങ്ങളോ എൻ്റെ ബന്ധങ്ങളോ അതല്ലെങ്കിൽ എന്താണ് എൻ്റെ വാപ്പാൻ്റെ ആളുകളോ എൻ്റെ ഉമ്മാൻ്റെ ആളുകളോ ഒന്നല്ല എന്നെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ എന്നെ സഹായിക്കാണ്ട്. പക്ഷെ ആ സഹായിക്കാൻ വരുന്ന വ്യക്തികൾ എന്താണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഒരു സ്വർണത്തിൻ്റെ കൊട്ടാരം വേണം അതല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിത്തരാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഇഷ്ടംപോലെ ആളുകൾ എന്താണ് എന്തുകൊണ്ടായിരിക്കും അതിന് വരുന്നത് എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ
ഒരു സാജിദ സാജിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഇതുണ്ടല്ലോ, അവരെ ഒരു വീഡിയോസ് എന്നല്ല, ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവളെ പറ്റിയിട്ട് അന്നൊക്കെ അത് കാണുമ്പോൾ അഭിമാനമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഭർത്താവ് മരിച്ചിട്ട് 5 മക്കളെ ഞാൻ ഏതോ ഒരു വീഡിയോസിലെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മക്കളെ പോയിട്ട് 3 മക്കളെ നോക്കണം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേദനകളും എന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത് എങ്ങനെയൊക്കെയാണ് വേറൊരാൾ, പിന്നെ ഞാൻ എൻ്റെ മക്കളതേപോലെ കാനെ കൊണ്ടുപോയാക്കിയിട്ടോ അപ്പോഴും ഒരുപാട് ബാധ്യതകൾ തീരുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ബാധ്യതകൾ തീർന്നാലും എന്താ നമ്മളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസവ വേദന സഹിച്ച ഒരു പെണ്ണിനോട് അതല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഇത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് നൊന്ത് പ്രസവിച്ചവർക്ക് അതിൻ്റെ വേദനകൾ എന്താണെന്നുള്ളത് അറിയുമെന്ന് അറിയില്ലേ. ഇപ്പം ഇന്നലെ ഒന്നും വേണ്ട, എൻ്റെ മോനിനോട് ഇത്ര ദിവസം അവനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുക, എന്താ ഇങ്ങനെ ഉമ്മച്ചിയെ ഞാനും ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോന്നോട്ടെ എന്ന്. അത് കേട്ട് അത് പറഞ്ഞു ഓന് എന്താണ് വാക്കുകൾ മുഴുവിച്ചില്ല കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കണ്ണിന്ന് പെരുവെള്ളം വന്നത് കേട്ടോ. ആ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എൻ്റെ ഒരു അരവയറിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ അവിടെ നാട്ടിൽ തന്നെ എങ്ങനെ നടന്നാലും എൻ്റെ ജീവിതം കഴിഞ്ഞ് നടന്നു പോയിരുന്നു. ഞാൻ ഒരുപാട് കടത്തിലും പ്രയാസത്തിലും കഷ്ടപ്പാടിലൊക്കെ ആയത് എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്കൊരു വീടുണ്ടാക്കണം, അവരെ ഞാൻ സേഫ്റ്റി ആയിട്ടില്ലെങ്കിലും അവരെ ഒരു ഭാഗത്തേക്ക് സേഫ്റ്റി ആക്കണം. തുടക്കത്തിലേ കരയാനുള്ള പുറപ്പാടാ തോന്നുന്നു. അപ്പോൾ അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് നാട്ടിൽ തന്നെ നിന്നിട്ട് ഞാൻ പൊരുതി ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പക്ഷേ നമ്മൾ മാത്രം ശ്രമിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, റബ്ബും കൂടെ നമ്മളെ പിന്നാലെ ഉണ്ട്. ഉണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ അല്ല അതിന് കണക്കാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ വരച്ചത് ശരിയായിട്ടുണ്ടാവില്ല. അതിന് സമയമാവണുള്ളൂ ഉണ്ടാകുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ എനിക്ക് അവളെ പറ്റിയിട്ട് നല്ല അഭിമാനമായിരുന്നു കേട്ടോ. 5 മക്കളെ നോക്കുന്നുണ്ട്, അതിന് യൂട്യൂബുണ്ട്, ചാനലുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് കേൾക്കേണ്ടിയും വരും എന്നുള്ളതും അറിയായിരുന്നു. പക്ഷേ ഈടായിട്ട് അവളെ ഓരോ സംസാരത്തിൽ നിന്നും എന്താണ് ഒരു തരം അഹങ്കാരം പിടിച്ചൊരു സംസാരം. ഞാനേ അഹങ്കാരിയാണ് എന്നുള്ളത് അത് ഇന്നെ പറ്റിയിട്ടുള്ളത്, അത് പുറത്തിറങ്ങിയ ഒരു പെണ്ണിന് എന്തായാലും അഹങ്കാരി അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ളത് നമുക്ക് പേര് മുദ്ര വീഴും, അത് യാതൊരു സംശയവുമല്ല. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ അവളോട് പറയാനുള്ള, ഇപ്പം എനിക്കൊരു ബാഡ് കമൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് എന്തായാലും പ്രതികരിക്കും. ഇപ്പം ഞാൻ അപ്പോഴേ അതിനെന്തെങ്കിലും അതിൻ്റെ ഇതിൽ ഞാൻ ആർക്കും മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഹായ് അതല്ലെങ്കിൽ അതിന് ചിറിച്ച് തള്ളിയിട്ടൊരു മറുപടി ഞാൻ കൊടുക്കലാണ്. അവർക്ക് ഇന്ന ഇഷ്ടമായിട്ടാണല്ലോ എൻ്റെ താഴെ വന്നിട്ട് എന്നോട് നല്ല കമൻ്റ് ആയാലും ഇപ്പോൾ എൻ്റെ അടുത്ത് പറയും തട്ടങ്ങനെ ഇട്, പിന്നെ അതേപോലെ മുടി മറക്ക്, അത് എനിക്ക് പറ്റാത്ത ഇപ്പോൾ ഒരു വീഡിയോ ഞട്ടിയിരുന്നു. ഞാനത് എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് വന്ന് പറഞ്ഞതിനാൽ സജിയെ എന്താണ് എനിക്ക് മരിച്ചു പോകണ്ടേന്ന് കേട്ടോടുകൂടി ഞാൻ സത്യം പറയണേ, ഞാൻ ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്തു കേട്ടോ. സംഭവം ശരിയാണ്, ഞാൻ എൻ്റെ മുടി ഫുള്ള് അതിൽ കാണിച്ചിട്ടാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണിക്കുക, പക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അത് ഇഷ്ടമല്ല. അവർ നമുക്ക് നല്ലതല്ലേ പറഞ്ഞിരുന്നത്, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ. എനിക്കതിൽ സന്തോഷമുള്ളൂ കേട്ടോ. ഞാനത് കേട്ട് വിടുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്തോ എനിക്കെപ്പോഴും വന്ന് കമൻ്റ് ഇടുന്ന ഒരാളാണ് കേട്ടോ അത്. എന്തായാലും ചിലപ്പോൾ എൻ്റെ വാപ്പാൻ്റെ പ്രായം ഉണ്ടാവും, ചിലപ്പോൾ എൻ്റെ അനിയൻ്റെ പ്രായമായിരിക്കും, ചിലപ്പോൾ എൻ്റെ ഏട്ടന്മാരുടെ പ്രായമായിരിക്കും. എന്തായാലും ആരാണോ എന്താണോ വയസ്സോ നാളോ പ്രായം ഒന്നും നോക്കിയിട്ടല്ല ഞാൻ അയാളത് പറഞ്ഞപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ 5 മക്കളെയൊക്കെ നോക്കി ഉണ്ടാക്കി അവളെ ഓരോ കാര്യങ്ങൾ ഇരിക്കുക, അവൾക്കൊരു കല്യാണക്കാരും വന്നിക്കണെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് സന്തോഷം കേട്ടോ. അവൾ കഴിച്ചിലാവുക അല്ലെങ്കിൽ ആ മക്കളെങ്കിലും കഴിച്ചിലാവുമല്ലോ എന്നുള്ളൊരു സന്തോഷം വന്നു കേട്ടോ. പക്ഷെ ആ ഇതിൽ അവൾ രണ്ടാമത്തെ ഒരു വീഡിയോസ് ഇട്ട് അവൾ ഇട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ കല്യാണമാണ്, എൻ്റെ കല്യാണം, എന്നെ കിട്ടാനൊരാൾ വന്നിട്ടുണ്ട്, ഇനി ഞാൻ ഭർത്താവില്ലാത്ത സ്ത്രീന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ആ കുട്ടിയുടെ നാവിന്ന് തന്നെ ഒരു എങ്ങനെയത് പറയാം, നമുക്ക് തന്നെ പറയാൻ വയ്ക്കൂല കേട്ടോ. അത്രയും ഒരു ഇതാണ്. അതിൻ്റെ അടിയിൽ വന്ന കമൻ്റൊക്കെ പാടെ കണ്ടാൽ ബോധം പോകും.
എന്തിനാ സാജി ഇങ്ങനെ പറയുന്നത്, എൻ്റെ കല്യാണാച്ചി ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള, അതിനെന്തിനാ ഇങ്ങനെ അമരത്ത് സംസാരിക്കണമെന്നുള്ള രീതിയിൽ തന്നെ അതിന് കമൻറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ കല്യാണമാണ് എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേന് എൻ്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ മഹറാണിത്, എനിക്ക് മഹർ ഇട്ടു, അതെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരും, ഓൺലൈനിലാണോ കല്യാണം കഴിഞ്ഞത്, എങ്ങനെയാണ്, എന്താണ് മഹർ, എവിടുന്നാണ് കിട്ടി, എങ്ങനെയാണ്, ആരാണ്, അതിനൊന്നും ഓൾ ആർക്കും മറുപടിയും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. വീണ്ടും ഓള് ഭർത്താവ് ഗൾഫിലാണ്, എൻ്റെ ഭർത്താവ് അടുത്ത മാസം വരും, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോണ ആൾ വരും, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച ആൾ വരുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത്, എന്നെ കല്യാണം കഴിച്ച ആൾ വരുന്ന. ഈ കല്യാണം കഴിക്കേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തതിന് ശേഷം ഇവൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, സംഭവം ശരിയാണ്, അവളെ കല്യാണം കഴിക്കാൻ ഒരാൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ആൾ അവൾക്ക് മഹർ വാങ്ങാൻ വേണ്ടിയിട്ട് 2 പവനത്തിന് മഹർ വാങ്ങാൻ വേണ്ടിയിട്ട് അവൾക്ക് പൈസ അയച്ചു കൊടുത്തുക്കണു, പിന്നെ ലോക്കറ്റ് ഉണ്ടാക്കാൻ കൊടുത്തുക്കണു. അതൊക്കെ അവൾ പറഞ്ഞത് സത്യം തന്നെയാണ്. അതിൻ്റെയൊക്കെ തെളിവ് സഹിതം ഒരാളിനോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അയാൾ പറഞ്ഞതുകൊണ്ടല്ല, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അപ്പോൾ അവൾ ജ്വല്ലറി പോയി മാല വാങ്ങി അതിൻ്റെയൊക്കെ ക്യാഷ് ഇയാൾ അയച്ചു കൊടുത്തു. ഇയാളും തന്നെ ഒരു പ്രവാസിയാണ്. വീട്ടുകാരുമായിട്ട് മറ്റേ വീട്ടുകാരത്തെ പിരിഞ്ഞിരിക്കാന്ന് പറയാൻ എന്താ വെച്ചാൽ ഡിവേഴ്സ് അല്ല എന്നാ പറഞ്ഞത്. അപ്പം ഇയാൾക്ക് ആളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല, ആളാളെ വീട്ടിലാന്നാ പറഞ്ഞതോ വേറെന്തോ ഒരിതോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, ആൾക്ക് കല്യാണം കഴിക്കണം. അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനിപ്പോൾ ഇനിയൊരു ഭർത്താവില്ലാതെ ഞാൻ കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കല്യാണം കഴിക്കണ്ടെന്നുള്ളതാ വെച്ചാൽ ഇപ്പോൾ കല്യാണം അങ്ങനെ തന്നെ പറയും. പക്ഷെ അയാൾ പറയും എനിക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് ഒരാൾ വേണ്ടിയിരുന്നു, അങ്ങനെയാണ് ഞാനിതിൽ ചെന്ന് പെട്ടത് എന്നാണ് മൂപ്പർ പറയുന്നത്. അങ്ങനെ ചെന്ന് പെട്ടു, ഇവൾക്ക് ഒരു വാക്ക് കൊടുത്തു, ഇവളെ കല്യാണം കഴിക്കുക, ഇവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഇവളെ സർജറിക്കുള്ളതും പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇയാൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയാൾക്ക് ഇട്ടിട്ട് പണി കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ കെട്ടാനും അതല്ലെങ്കിൽ ഒരാളെ സംരക്ഷിക്കാനും വേറുള്ളതൊക്കെ പറയുമ്പോൾ പിന്നെ വേറെ ഒരുത്തൻ്റെ ഒപ്പം അതല്ലെങ്കിൽ വേറെ ഒരാളൊപ്പം കറങ്ങാൻ പോകണം, അല്ലെങ്കിൽ ഫിലിമുണ്ട്, ഷൂട്ടുണ്ട്, അല്ലെങ്കിൽ ആൽബം ഉണ്ട്, അല്ലെങ്കിൽ വേറുള്ളതുണ്ട് എന്ന് പറയുമ്പോൾ ഇയാളെ സമ്മതപ്രകാരം വേണം പിന്നെ ഇവൾ പുറത്തിറങ്ങണമെങ്കിൽ. അല്ലാന്നുണ്ടെച്ചെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ വരുമാനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെച്ചെങ്കിൽ പിന്നെ ഇവൾക്ക് ഇതിന് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ, ഇയാളെ വെറുതെ അതിലേക്ക് വലിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത്ര ഇയാളോട് പറയാതെയാണ് അവൾ ഒരു വയനാട്ടിലേക്ക് എന്തോ ഒരു സംഭവത്തിന് പോണതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോസിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ വയനാട് ഷൂട്ടുണ്ട് കാര്യങ്ങളുണ്ട് എന്നും. അപ്പോൾ അത് വേറെ ഒരുത്തൻ്റെ ഒപ്പമാണ് പോയിക്കണത്, ആ ഒരുത്തനുമായിട്ട് അവൾക്ക് അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കണത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഹർ കൊടുത്തത് വെറുതെ ആയി, കല്യാണവും കഴിഞ്ഞിട്ടില്ല, ഇതായിട്ടില്ല, ഇനിയിപ്പോൾ അയാളെയാണ് കല്യാണം കഴിക്കാൻ ഇവൾ ഇരിക്കണത്രേ. അപ്പോൾ ഇയാൾ കൊടുത്ത മഹറിൻ്റെ പൈസ പോയി കിട്ടി. എന്തായാലും ഇയാൾ പറയണത് ഞാൻ ആ മഹറിൻ്റെ പൈസ വാങ്ങിക്കും, അതിന് അർഹതപ്പെട്ടതല്ല അവൾ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് വെറുതെ കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. ഒരാളുകൾക്ക് അല്ലെങ്കിൽ ഒരാണിന് നമ്മളൊരു വാക്ക് കൊടുക്കുക, അപ്പം നമ്മളെ ഒന്നും കിട്ടാതെ അതല്ലെങ്കിൽ ഒന്നും ഇതില്ലാതെ നമ്മൾ സ്നേഹമൊന്നും കിട്ടാതെ ഇതാകുമ്പോൾ ആരാച്ചെങ്കിലും ആ ഒരു ഇതിലേക്ക് വീഴും. എന്നിട്ട് അയാൾക്കൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ണി കണ്ടവരൊപ്പം കറങ്ങി നടക്കണതും പിന്നെ കണ്ണി കണ്ടവരൊപ്പം പോണതും അത് ആർക്കാച്ചെങ്കിലും പിന്നെ സഹിക്കുമോ? അപ്പോൾ ഇയാളിപ്പോൾ ഒഴിവായി ഇനിയിപ്പോൾ ഓളാരാ കെട്ടണമെന്ന് വെച്ചെങ്കിൽ കെട്ടിക്കോട്ടെ, ഓളാരപ്പാച്ചെങ്കി പൊയ്ക്കോട്ടെ, ഓള് ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. ഓളെ ഭർത്താവ് മരിക്കാൻ കാരണം അതും ഒരുപാട് ആളുകൾ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, ഓളെ കാരണത്താലാണ്. അപ്പം അതിലൊക്കെ ഓളെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട്, ഓളെ ഭാഗങ്ങൾ ക്ലിയർ ആക്കുന്നുണ്ട്. എന്തായാലും സാജിനോട് പറയാനുള്ളത്, ഇത്രത്തോളം ഒരാണിനെ വഞ്ചിച്ചിട്ട് അതല്ലച്ചെങ്കിൽ ഒരാളെ തരം താത്തി കെട്ടിയിട്ട് ഈ വേറെ ഇനി ഒരുത്തൻ്റെ ഒപ്പം അതല്ലെങ്കിൽ വേറെ
പല പല ആളുകളെയും കൊണ്ടും നടന്നിട്ട് അനക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ളതും കൂടി പറഞ്ഞോണ്ടാ. ഒന്നല്ലെങ്കിൽ നീ ഈ കല്യാണം കഴിച്ചിട്ട് അയാളുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിക്കാച്ചെങ്കിൽ എന്നെ സമൂഹം തന്നെ ഏറ്റെടുത്തീനു. ഇപ്പോൾ ഈ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് എനിക്ക് വന്നത് എൻ്റെ ഓരോ വീഡിയോസ്, ഇപ്പോൾ ഇന്നൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുറേ ചെക്കന്മാരെ കൂടെ ഉള്ളത്. അപ്പോൾ എന്താണ് ഇതൊക്കെ എന്നുള്ളത് അല്ലെങ്കിൽ കുറേ ചെക്കന്മാർ ചിലപ്പോൾ അത് എന്താ ഷൂട്ടിന് പോയപ്പോൾ അവിടുന്ന് എടുത്തതായിരിക്കും. അതിപ്പോൾ വേറൊരാൾക്ക് അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളുകൾക്ക് അല്ലെങ്കിൽ പോകാനിരുന്നീന്ന ആൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാളെ താലിയിട്ടിട്ട് നടക്കുക, ഇങ്ങോട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കുക, അതൊക്കെ ഒരു നല്ല കാര്യമാണോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്ക് കേട്ടോ. എന്തായാലും ഈ മക്കളെ അഞ്ചെണ്ണത്തിനെയും കൊണ്ട് എത്തിങ്ങാനിയിലാക്കി തന്നെയാണ് ഈ പരിപാടിയാണെന്നുണ്ടെങ്കിൽ നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ ഐറ്റെങ്കിലും രക്ഷപ്പെടട്ടെ. ഓരോരുത്തർ വന്ന് കമൻ്റ് അയക്കുന്നുണ്ടല്ലോ, അവരെങ്കിലും രക്ഷപ്പെടട്ടെ. ഇതുപോലുള്ള അണക്ക് വീഡിയോസ് ചെയ്യാനും അണക്ക് ആൽബത്തിൽ ഇറങ്ങിയാലൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടും, ഇഷ്ടംപോലെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളെ കല്യാണം കഴിക്കാനും പറഞ്ഞിട്ട് അയാളെ മഹർ ഇട്ടിട്ട് നടന്നിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകാനോ ഇരിക്കാനോ അണക്ക് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇയാൾക്കും തന്നെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഒരു പ്രവാസീനെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒരാളെന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാതെ ആദ്യം മഹർ വാങ്ങാൻ പൈസ വിട്ടുകൊടുക്കുക. എന്നിട്ട് അവളെ സ്വഭാവങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മഹർ തിരിച്ച് ചോദിക്കും. മഹറല്ല, അതായത് മഹർ എന്ന് പറയാൻ ഇപ്പം നിക്കാഹ് കഴിയണല്ലോ. പക്ഷേ ഇവള് മാല കൈ കിട്ടി സംഭവങ്ങളൊക്കെ ഒരുക്കങ്ങളും വേറുള്ളതൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു, കാനയത്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് മഹർ ഒരാളെത്തുനിന്ന് മഹർ മറ്റവനിക്ക് വാങ്ങിക്കൊടുക്കാൻ ചിലപ്പോൾ താണിണ്ടാവൂലായിരിക്കും, പൈസ ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇയാളോട് മഹർ വാങ്ങിച്ചിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കാൻ നടക്കുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നത്. എൻ്റെ മഹർ അതായത് എൻ്റെ മഹർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് അയച്ചു കൊടുത്തത്. അവൾ മാല വാങ്ങി ഇനി ലോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൈസ ഞാൻ വാങ്ങിക്കന്നെ ചെയ്യുന്ന അറിയണത് തെളിവ് സഹിതം അയാൾ പറയുന്നുണ്ട്. അപ്പം അത്രത്തോളം അയാൾ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ടിരിക്കൂല. അപ്പോൾ ഞാൻ അയാളെ പേരെന്താണോ വേറെല്ലാം എന്താണെന്നൊന്നും പറയില്ല. ഒരുവിധ ആളുകൾക്കൊക്കെ സാജിദ വീഡിയോ കാണുന്ന ഇഷ്ടം പോലെ ആളുകൾക്ക് അയാൾ ആരാണെന്നുള്ളത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പുറത്ത് വിടും ചെയ്യും. അപ്പോൾ എന്താ പറയുക, പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ ഇഷ്ടം പോലെ ഭർത്താക്കന്മാർ മരിച്ചതും മരിക്കാത്തയും ഡിവേഴ്സായതും അല്ലാത്തയും ഒരുപാട് ആളുകളുണ്ടാവും. ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് മനസ്സിലായതാണ് ഇവിടുത്തെ വെയിലെന്താ, ഇവിടുത്തെ തണുപ്പ് എന്താ, ഇവിടുത്തെ ചൂടെന്താ, കാര്യങ്ങൾ എന്താന്നുള്ളത്. എനിക്ക് ഇപ്പോൾ ഈ 4 ദിവസത്തെ, അതായത് ഇപ്പോൾ ഈ 2 ദിവസമല്ല കേട്ടോ, അതിന് മുമ്പ് ഒരു 4 ദിവസം ഫസ്റ്റ് ടൈമിൽ തന്നെ ആ തണുപ്പ് വന്നത് എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ തണുപ്പ് പോലും എനിക്ക് എൻ്റെ ശരീരത്തേക്ക് കൊള്ളാൻ പറ്റണില്ല കേട്ടോ. അത്രക്കും ഞാൻ വിറച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എത്ര തണുപ്പ് വരാൻ കിടക്കണോ, അതല്ലെങ്കിൽ ഇനി എത്ര ഡിഗ്രി ആവാൻ കിടക്കണോ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയും കഷ്ടപ്പെട്ടിട്ട്, അതല്ലെങ്കിൽ ഈ വെയിലാച്ചെങ്കിൽ വെയിൽ തന്നെ, ആ വെയിൽ പുറത്തിറങ്ങിപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിൽ, അതല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ വെയിലും ഓഫീസിൻ്റെ ഉള്ളിൽ ഇരിക്കണവർക്കൊന്നും പറയണ്ട. ആ വണ്ടിയിൽ പുറത്ത് പോണവർക്ക് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുക എന്ന് വിചാരിച്ചും. പുറത്തിറങ്ങി പണിയെടുക്കണ എത്ര ആളുകളുണ്ടാവും വെയിലത്തന്നെ ഏത് നേരം കഷ്ടപ്പെടുന്ന ചൂടിൽ. പല ജോബിലും ഓരോരുത്തർക്കും പല ജോബുകളായിരിക്കുമല്ലോ. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കി ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേനും ആ പെണ്ണിന് മഹർ വാങ്ങിക്കൊടുക്കാനും ആ പെണ്ണിന് പൈസ അയച്ചു കൊടുക്കാനും, ഞാൻ ചോദിക്കട്ടെ, ഇത് വല്ല എത്തീങ്ങാനിയിലും വല്ല എത്തീമക്കൾക്കും അയച്ചു കൊടുത്തൂടെ നിങ്ങൾക്ക്? അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പാവങ്ങൾ, ഒരുപാട് രോഗികൾ ഓരോ ഹോസ്പിറ്റലിൽ ഇടങ്ങേറായി ബുദ്ധിമുട്ടിയിട്ട് കിടക്കുന്നുണ്ട്, അവർക്ക് അയച്ചു കൊടുത്തൂടെ? എന്തിനാണ് ഈ വിയർപ്പും അതല്ലെങ്കിൽ ഈ വെയിലും ചൂടൊക്കെ കൊണ്ടിട്ട് ഇവിടെ നിങ്ങൾ ഓരോ തൊലിനിറമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, അതല്ലെങ്കിൽ ഭർത്താവ് ഡിവേഴ്സായി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള പെണ്ണുങ്ങളെ പിന്നാലെ നിങ്ങൾ പോവാൻ നിൽക്കണത്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. നേരെ ആവട്ടെ, അതല്ലെങ്കിൽ നല്ല രീതിയിലാവട്ടെ എന്ന്. ഓളെ
ഹസ്ബൻഡ് ഉണ്ടായിരിക്കുമ്പോഴേ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ആദ്യം അറിയുക, അതല്ലെങ്കിൽ ആ മഹലിൽ പോയി അന്വേഷിക്കുക, അതല്ലെങ്കിൽ എന്താണ് അവരെ കുടുംബങ്ങളുമായിട്ട്. ചിലപ്പോൾ സാജിക്ക് അവളെ ഉമ്മ മാത്രമല്ലായിരിക്കും ഉണ്ടാവുക, അവളെ അമ്മാവന്മാരെ വേറുള്ളവരെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇവളെന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് ഇതൊക്കെ ഒരുങ്ങിയ പോരായിരുന്നു. പക്ഷെ ഇയാൾക്ക് കിട്ടേണ്ടത്, ഇയാൾ എന്താണ് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റായിട്ട് ഇയാൾക്കൊരു ജീവിതം വേണം. അപ്പം അത് ഇങ്ങനത്തെ ഒരാൾക്ക് കഷ്ടപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടാണ് കേട്ടോ. അയാളെ ജോബിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ തന്നെ അന്തം വിട്ടിട്ട് പോയിട്ടോ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ ഇവിടെ സൗദിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇങ്ങോട്ട് അങ്ങനെ നയിച്ചുണ്ടാക്കിയ പൈസയാണ് ഇവൾക്ക് മഹർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് വിട്ടിട്ടുള്ളത്. അതിട്ടിട്ട് അവൾ നെകളിച്ചിട്ട് മഹർ വാങ്ങി എൻ്റെ ഭർത്താവിൻ്റെതാണ്, അങ്ങനെയാണ് എനിക്കൊരു ഭർത്താവായി എന്നൊക്കെ അവൾ പറയുമ്പോൾ എത്രത്തോളം അഹങ്കാരം ഉണ്ടായിരുന്നു അവളെ സംസാരത്തിൽ. ആ സംസാരം അവളെ ഒറ്റയടിക്ക് വേറൊരുത്തനെ കണ്ടപ്പോൾ, അതല്ലെങ്കിൽ വേറൊരു ആൽബത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വേറെ ഇന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അവൾ അതിൻ്റെ പുറകെ പോയപ്പോൾ ഇയാൾക്ക് എത്രത്തോളം സങ്കടമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക, എന്താണ് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ചതിച്ചിട്ട് അതല്ലെങ്കിൽ ഒരാളിതാക്കിയിട്ട് നമ്മളെ അടുത്തേക്ക് ഒരാൾ സ്നേഹം നടിച്ച് വരുമ്പോൾ എന്തായാലും മനസ്സിലാക്കണം നമ്മൾ അത് ഇന്നതിനായിരിക്കും, നമ്മളെ പറ്റിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആദ്യം മുതലേ. അല്ലെങ്കിൽ എനിക്കിങ്ങനെ വേറെയുള്ള കാര്യങ്ങളുണ്ട്, എനിക്കിങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റൂല, എനിക്ക് വേറെയുള്ള കാര്യങ്ങൾ ഇന്നതുമായിട്ട് ജീവിക്കേണ്ടി വരും, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അയാൾക്ക് സഹായിക്കാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ അതുണ്ടാവില്ല. ഇത് കല്യാണം കഴിക്കാന്ന് 4 ആളെ മുമ്പിൽ വാക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ അവൾ ഇതേപോലെയുള്ള പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ അതാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല കേട്ടോ. അപ്പോൾ പ്രവാസികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു ജീവിതം ചിലപ്പോൾ നഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്നോ പോയി ഇതുപോലുള്ള പെണ്ണുങ്ങളൊക്കെ വീണ്ടും തലയിൽ വലിച്ചിഴക്കണത് എന്നാണ് ഞാൻ ചോദിക്കണത് കേട്ടോ. കഷ്ടപ്പാടെന്താ, ഒരാളെടുത്തുനിന്ന് ഒരു 10 റുപ്യ അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് നമുക്കൊരു 10 റുപ്യ ഉണ്ടാക്കണം, നല്ലോണം കഷ്ടപ്പെടണം കേട്ടോ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ തോണ്ടി അതല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും മെസ്സേജ് അയച്ച് എല്ലാവരോടും പൈസ വേണം, എല്ലാവരോടും പ്രാരാബ്ദം പറഞ്ഞ് എല്ലാവരോടും ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അതൊന്നും എവിടേക്കും എത്തൂല കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് അവനാൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും വേറെ ഒരാളിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് ഇതേപോലെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്. സഹായം ചോദിക്കുമ്പോൾ ഒരാൾ നമ്മൾ പറയുക, ആദ്യം മുതലേ നമ്മൾ പറയുക, അതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കണ്ടിട്ട് മോഹിച്ചിട്ടാണോ സഹായിക്കാൻ വരുന്നതെന്ന് വെച്ചെങ്കിൽ അത് അതിനോട് കൂടെ സ്റ്റോപ്പ് ചെയ്യുക. അല്ല, നല്ലൊരു സൗഹൃദത്തിലാണ് അവർ വരുന്നതെന്നുണ്ടെങ്കിൽ ആ സൗഹൃദം എന്നും നിലനിർത്തുക, അതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും നമ്മളെ ശരീരം മോഹിച്ചിട്ടല്ല, അല്ലാത്ത ആളുകളും ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് നല്ല ആളുകളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് ചീത്ത ആളുകളും ഉണ്ട്. അത് രണ്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ വന്നിട്ട് ഈ ഒരു നമ്പർ, ഞാൻ എൻ്റെ നമ്പർ കൊടുത്തതിനാൽ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പ്രവാസികൾ അവരുടെയൊക്കെ സങ്കടങ്ങൾ പറഞ്ഞിട്ടും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മാത്രമാണ് ഭർത്താവില്ലാതെ അതല്ലെങ്കിൽ സങ്കടപ്പെട്ട് അതല്ലെങ്കിൽ മക്കളെയും കൊണ്ട്. ഇവരെ ഒരാൾ പറഞ്ഞു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ജീവിക്കണത് എന്ന്. അതിപ്പോൾ ഞാനും പറയലില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത്. എന്താ വെച്ചാൽ ഭാര്യയായിട്ട് അയാൾ പിരിഞ്ഞ് കഴിയാണ്, ഇപ്പോഴും അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ ഈ മക്കൾക്ക് അയാൾ ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട്, ചിലവിന് കൊടുക്കുന്നുണ്ട്. അവളെ തോന്നിയ മാതിരി നടക്കുകയാണ്. എന്നാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മക്കളുണ്ടല്ലോ, എൻ്റെ മക്കൾ വലുതാവട്ടെ. ആ മക്കൾക്ക് ശരിയാണ്, അവർ വലുതാകുമ്പോൾ വാപ്പ അയച്ചു കൊടുത്ത പൈസയും വേറുള്ളതും അതുകൊണ്ട് ഉമ്മ ചിലവഴിച്ചതും ഉമ്മാൻ്റെ നടത്തം എന്തായിരുന്നു എന്താണെന്നുള്ളതും മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തിരിഞ്ഞു നോക്കാത്ത വാപ്പമാരുണ്ട്, തിരിഞ്ഞു നോക്കാത്ത ഉമ്മമാരുണ്ട്. ഇതൊക്കെ ഈ ദുനിയാവിൽ നടക്കണ ഒന്നും എൻ്റെത് കാണുമ്പോൾ എനിക്ക് സങ്കടങ്ങളും കാര്യങ്ങളും വിഷമവും. പക്ഷെ എന്നെക്കാട്ടിലും ദുരിതങ്ങൾ അനുഭവിക്കണ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അല്ലലും വിധി അല്ലെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ പറയുമ്പോൾ ഇതിനേക്കാട്ടിലും താഴ്ന്ന് ജീവിക്കണം, അതിൽ ഇതിനേക്കാട്ടിലും എങ്ങനെയത് പറയാം,
അത്രത്തോളം എന്താണ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോണ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചതിക്കാതെ, അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ചതിക്കാനായിട്ട് നടക്കണോ, അല്ലെങ്കിൽ ചതിയിൽ കൊണ്ടുപോയി വീഴ്ത്താനായിട്ട് നടക്കാൻ അതിനായിട്ടൊരു സമൂഹം ആളുകളുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരാൾ വന്നപ്പോൾ സംസാരം നിർത്തിയിട്ടോ. അപ്പോൾ എന്താ വെച്ചെങ്കിലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അവർ പെണ്ണിൻ്റെ തൊലി നിറം കണ്ടിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ മക്കളുണ്ട് വേറുള്ളതുണ്ട് എന്ന് പറഞ്ഞ സഹതാപം കൊണ്ട് ചെല്ലുമ്പോൾ എല്ലാവരും അന്വേഷിക്കുക. എന്നിട്ട് അവനാൻ്റെ ശരീരമാച്ചെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ അവനാൻ്റെ ഒരു ജീവിതമാണ് അവർക്ക് കൊടുക്കാൻ പറ്റണത് എന്നുണ്ടെച്ചെങ്കിൽ അത് 4 ആൾ മുഖേന, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പിന്നെ അതും ഇതും പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ. അയാളെ വിഷമം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അയാളെ സങ്കടം പറഞ്ഞപ്പോൾ ഒരുപാട്, അതായത് ഇവിടെയൊക്കെ കടന്ന് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് പറഞ്ഞാൽ, അവിടെ നാട്ടിൽ നിൽക്കണ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായി ഞാൻ എന്താണെന്നുള്ളത്, അതല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടിൻ്റെ വേവല, അതിൻ്റെ വിഷമങ്ങളും എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കണ അതല്ലെങ്കിൽ നാട്ടിൽ നിൽക്കണ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാകൂല. എന്തായാലും ചതിക്കാൻ അവൾ കൂട്ട് നിന്നോ, അല്ലെങ്കിൽ അയാളങ്ങനെ ചെയ്യും എന്നുള്ളത് അയാളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. 5 മക്കൾക്ക് ഒരു വാപ്പയായിട്ടും അവൾക്കൊരു ഭർത്താവായിട്ടും ആയിരുന്നു അയാളും ജീവിതം അങ്ങനെ തുടരാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്ന് അയാളും കരുതിയിട്ടുണ്ടാവും. ഇനി അയാൾക്കും അതൊരു പാടാവട്ടെ. എന്തായാലും സാജി ഇത്രത്തോളം ഇങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ആരെങ്കിലും അവളെ ചതിയിൽ വീഴാതെ നോക്കുക. അവളേന്നല്ല, പലരും ഉണ്ടാവും, ഒരുപാട് സ്ത്രീകൾ. യൂട്യൂബായാലും വേറുള്ളതായാലും എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എല്ലാവരും ഒന്നും അതേപോലെ ആയിക്കോണമെന്നില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു ജീവിതം കൊടുക്കാൻ ഇതേപോലെ ആളുകൾ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ പിന്നെ വേറുള്ളവർക്ക്, അതല്ലെങ്കിൽ കണ്ണി കണ്ടവരെ കൂടെ കറങ്ങി നടക്കാതെ ഇവരോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വാക്ക് നിലനിർത്താൻ നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എനിക്കിതിൻ്റെ ചോട്ടിൽ വരുന്ന കമൻറ്റുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഞാൻ നോക്കട്ടെ, എന്നിട്ട് അതിന് തിരിച്ച് മറുപടി ഞാൻ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ഇതേപോലെയുള്ള ഇടങ്ങേറിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഷ്ടപ്പാടിലും ഒന്നും പെടാതിരിക്കട്ടെ. അള്ളാഹു നല്ലത് മാത്രം, നല്ല ബുദ്ധി മാത്രം നൽകട്ടെ. അത്രയേ ഉള്ളൂ പറയാൻ. എന്തായാലും അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.